ഹായ്, ഇന്ന് എളുപ്പത്തിൽ ബീഫും കപ്പയാക്കിയാലോ. ആദ്യം കുക്കർ എടുത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് സ്പൈസസ് ചൂടായതിനു ശേഷം കൊച്ചുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് ചതച്ചിട്ടതിന് ശേഷം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും ഇട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം. ഞാനാണെങ്കിൽ തക്കാളിക്ക് ഇടാൻ ആദ്യം മറന്നുപോയി, അതുകൊണ്ട് താമസിച്ചാണ് ഇട്ട് അടച്ചു വെച്ച് ആവശ്യത്തിന് വേവിച്ചെടുക്കണം. അതിനുശേഷം കപ്പ ആവശ്യത്തിന് അരിഞ്ഞ് 3-4 വെള്ളം കഴുകി അടുപ്പിൽ വേവിച്ച് 2 വെള്ളം തിളച്ചതിന് ശേഷം ഊറ്റി മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് നന്നായിട്ട് ഉടച്ച് മാറ്റി വയ്ക്കണം. എന്നിട്ട് കടുക് കളിക്കുക. അതിന് വേണ്ടിയിട്ട് കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കടുക് താളിച്ച് കപ്പയിൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് തേങ്ങയിട്ട് മിക്സ് ചെയ്ത് ഒതുക്കി വയ്ക്കണം. എന്നിട്ട് വേറൊരു പാനിൽ ആവശ്യത്തിന് നെയ്യും വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇതൊക്കെ മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കണം ഒതുക്കി. ആ മിച്ചം വന്ന നെയ്യിൽ തന്നെ കുറച്ച് സവാള വഴട്ടി അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് നേരം ആ പച്ചമുളക് മാറുന്നേരം വഴട്ടിയിട്ട് ഈ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് ആവശ്യത്തിന് വറ്റിച്ചെടുക്കണം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. പിന്നെ കുരുമുളകിൻ്റെ കുത്തൽ ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് കൂടുതലിട്ട് ആ താളിച്ച് വെച്ച കടുകും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കണം.